ഒത്തിരി അനുഗ്രഹങ്ങൾ തുടങ്ങിയ ദിവസം തൊട്ട് ഇന്ന് വരെയും ഞാൻ ഒത്തിരി അനുഗ്രഹങ്ങൾ ദശാംശം കൊടുത്തത് കാരണം എൻ്റെ ജീവിതത്തിൽ റിസീവ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം നിങ്ങൾ ഫൈനാൻഷ്യലായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കും ഞാൻ പറയുന്നത് എന്താണെന്ന് ശരിക്കും മനസ്സിലാകും. ദൂരദേശം പോയാലും മകനെ നിൻ ദൈവത്തെ മറക്കരുതേ. കർത്താവ് പറയുന്ന ദശാംശം എൻ്റെ കലവറയിലേക്ക് വരട്ടെ, സ്വർഗ കവാടങ്ങൾ തുറന്ന് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കയില്ലേ എന്ന് പരീക്ഷിച്ചറിയുവിൻ, ടെസ്റ്റ് ചെയ്യുവിൻ എന്നാണ് പറഞ്ഞത്. കടലുകൾ താണ്ടി പറന്നാലും വേരുകളെ മണ്ണിൽ തന്നെ. അപ്പോൾ ധനവാനായിരിക്കുന്നത് ഒരു തെറ്റാണോ, അതൊരു മോശം കാര്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല, അല്ലേ? നമുക്ക് ധനം ഉണ്ടെങ്കിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് അതുകൊണ്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ധനത്തോടുള്ള ഒരു മോഹം, അല്ലേ, ആ ഒരു അറ്റാച്ച്മെൻ്റ് ആണ് കർത്താവ് ഇവിടെ പോയിന്റ് ചെയ്യുന്നത്. പുള്ളി കൊടുക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് പുള്ളിയുടെ പേഴ്സണൽ ലൈഫിലും ഔദ്യോഗിക ജീവിതത്തിലും ഒരു സീരീസ് ഓഫ് അത്ഭുതങ്ങൾ നടന്നിട്ട് സത്യം പറഞ്ഞാൽ ഇപ്പോഴും ആൾക്കതൊരു ഞെട്ടലാണ്. നിൻ ഹൃദയം ജ്വലിച്ചിടട്ടെ, ദൂരദേശം പോയാലും മകനെ നിൻ ദൈവത്തെ മറക്കരുതേ. പിറന്ന മണ്ണിൻ ഗന്ധം പോലെ നിൻ വിശ്വാസം കാത്തിടേണേ. ഹായ് എവരി വൺ. സോ ഒരു പുതിയ ടോപ്പിക്കുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലേക്ക് ഒത്തിരി വിസിബിളായിട്ടുള്ള അനുഗ്രഹങ്ങൾ കൊണ്ടുവന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദശാംശം കൊടുക്കുന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പ്രയറും ഫാസ്റ്റിങ്ങും, അല്ലേ, കഴിഞ്ഞ 2 ക്ലാസ്സിലായിട്ട് കവർ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു നാച്ചുറൽ എക്സ്റ്റൻഷനാണ് ആംസ് ഗിവിങ്, അല്ലേ. ഇത് മൂന്നും, ദിസ് 3 ഗോസ് ടുഗെദർ നമുക്ക് പറയാം, പ്രയർ, ഫാസ്റ്റിംഗ് ആൻഡ് ആംസ് ഗിവിങ്, അല്ലേ. അപ്പം ആ രണ്ടും കഴിഞ്ഞ ക്ലാസ്സുകളിൽ കവർ ചെയ്തുകൊണ്ട് ഞാൻ ഓർത്ത് ഈ പ്രാവശ്യം ദശാംശത്തെക്കുറിച്ചൊരു ക്ലാസ് എടുക്കാമെന്ന്. അപ്പം എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ തുടങ്ങിയ ദിവസം തൊട്ട് ഇന്ന് വരെയും ഞാൻ ഒത്തിരി അനുഗ്രഹങ്ങൾ ദശാംശം കൊടുത്തത് കാരണം എൻ്റെ ജീവിതത്തിൽ റിസീവ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം നിങ്ങൾ ഫൈനാൻഷ്യലായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കും ഞാൻ പറയുന്നത് എന്താണെന്ന് ശരിക്കും മനസ്സിലാകും. അപ്പം ഞാൻ ഓർക്കുന്ന തുടക്കം തൊട്ട് പറയാം, ഞാൻ എങ്ങനെയാണ് തുടങ്ങിയത് തൊട്ട് ഇപ്പോൾ വരെയുള്ള എൻ്റെ അനുഭവങ്ങൾ എല്ലാം എനിക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഒത്തിരി അനുഭവങ്ങളുണ്ട്. അപ്പം എല്ലാം ചിലതൊക്കെ എനിക്ക് ഒരു പബ്ലിക് ഫോറത്തിൽ അങ്ങനെ പറയണമെന്നും തോന്നുന്നില്ല, എങ്കിലും ഒത്തിരി അനുഗ്രഹങ്ങൾ, വിസിബിളായിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാം. പിന്നെ ബൈബിൾ എന്താണ് ദശാംശത്തെക്കുറിച്ച് പറയുന്നത്, എവിടെയാണ് നമ്മൾ ബൈബിളിൽ അതിനെക്കുറിച്ച് കേട്ടിരിക്കുന്നത്, ദൈവം എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്, പിന്നെ എൻ്റെ കുറച്ച് വ്യക്തിപരമായ അനുഭവങ്ങൾ, ഞാൻ ബൈബിളിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ, അതൊക്കെ ഈ ക്ലാസ്സിൽ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പിന്നെ 30 മിനിറ്റ്സിൽ തീരത്തില്ല എങ്കിൽ ഞാൻ അടുത്തൊരു ക്ലാസ്സിലേക്കും കൂടെ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യും, കാരണം എനിക്ക് ഇതിൻ്റെ ഒരു കുറച്ചുകൂടി കവർ ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് ഇത് 30 മിനിറ്റ്സിൽ നിൽക്കത്തില്ല എന്നാണ്. പക്ഷേ ഏതായാലും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഈ ക്ലാസ്സിൽ ഞാൻ കവർ ചെയ്യാം, ദശാംശത്തെക്കുറിച്ചുള്ള. അപ്പം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, അതായത് ഞാൻ കരിസ്മാറ്റിക് നവീകരണത്തിൽ വന്നിട്ടില്ല, പക്ഷേ ഞാൻ പറഞ്ഞിട്ടുള്ള എൻ്റെ പരിശുദ്ധാത്മാനുഭവം എന്നൊക്കെയുള്ള സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. അതെനിക്കൊരു 17-18 വയസ്സുണ്ട്, അല്ലെ 16-17 വയസ്സുള്ള കാലഘട്ടത്തിലാണ് അത് സംഭവിച്ചത്. അപ്പോൾ അപ്പോഴാണ് എനിക്ക് ആദ്യമായിട്ടുള്ള പരിശുദ്ധാത്മാനുഭവങ്ങളും അഭിഷേകമൊക്കെ ലഭിച്ച് എൻ്റെ കുറേ എക്സ്പീരിയൻസസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യം അതിനൊക്കെ വളരെ മുമ്പ്, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ്. എനിക്ക് എക്സാക്ട്ലി ഓർമ്മയില്ല, എങ്കിലും ഒരു 8, 9, 10 ഈ കാലഘട്ടത്തിൽ എപ്പോഴോ ആണ്. അപ്പം 8ലോ 9ലോ ആയിരിക്കുമെന്ന് വിചാരിക്കാം. അപ്പം എൻ്റെ മമ്മി എവിടെയാണ് പോയതെന്ന് എനിക്ക് ഓർമ്മയില്ല. പള്ളിയിൽ എവിടെയോ ഒരു അച്ഛൻ്റെ ഒരു ക്ലാസ്, ഏതോ ഒരു അച്ഛൻ്റെ ക്ലാസ്സാണ്, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല. അപ്പം കരിസ്മാറ്റിക് ധ്യാനമൊന്നുമല്ല, നമ്മുടെ ഏതോ പള്ളിയിലാണ്. അപ്പോൾ പള്ളിയിൽ പോയിട്ട് വന്നപ്പോൾ എന്നോട് പറഞ്ഞു,
എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല എവിടെയാണ് പോയതെന്ന്. പക്ഷേ തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇന്ന് അച്ഛൻ ദശാംശത്തെക്കുറിച്ചാണ് ക്ലാസ് എടുത്തത്. അപ്പോൾ ദശാംശം കൊടുത്തു കഴിയുമ്പോൾ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. ബൈബിളിൽ ഇത് ദശാംശത്തെക്കുറിച്ച് എന്താ പറയുന്നതെന്നൊക്കെ പറഞ്ഞാൽ ക്ലാസ് എടുത്തതെന്നൊക്കെ പറഞ്ഞ് എന്നോട് ആ ക്ലാസ് മുഴുവനും പറഞ്ഞു വന്നു. അപ്പം ഞാൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മമ്മിയായിട്ട് ഒത്തിരി നേരം സംസാരിക്കുമായിരുന്നു ആ സമയത്തിലൊക്കെ. അപ്പം മമ്മി എല്ലാം എന്നോട് ഇങ്ങനെ അച്ഛൻ എന്താ പറഞ്ഞേ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ മമ്മിയോട് പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്കും അങ്ങ് കൊടുത്തു തുടങ്ങാം മമ്മി എന്ന് പറഞ്ഞു. അപ്പോൾ മമ്മി പറഞ്ഞു, ഡാഡി അതൊന്നും സമ്മതിക്കത്തൊന്നുമില്ല. ഡാഡി കൊടുക്കുന്ന ആളൊക്കെയാണ്, പക്ഷേ ദശാംശം എന്നൊരു കൺസെപ്റ്റ് ഒന്നും മനസ്സിലില്ല. അപ്പം അങ്ങനെ അതൊന്നും ഡാഡി സമ്മതിക്കത്തില്ല, ചോദിക്കേണ്ട ആവശ്യമില്ലെന്ന് മമ്മി പറഞ്ഞു. അപ്പം പിന്നീട് ഞങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്തപ്പം ഞാൻ പറഞ്ഞു, ഞാനാണോ മമ്മിയാണോ പറഞ്ഞതെന്നറിയത്തില്ല, എനിക്ക് തോന്നുന്നു ഞാനാ പറഞ്ഞത്. മമ്മിയാണ് വീട് റൺ ചെയ്യുന്നത്. അപ്പം വീടിൻ്റെ ഫൈനാൻസസ് ഒക്കെ മമ്മിയാണ് നോക്കുന്നത് എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഡാഡി എല്ലാ മാസവും മമ്മിക്ക് ഒരു എമൗണ്ട് കൊടുക്കും ആ മാസം വീട് റൺ ചെയ്യാനായിട്ടുള്ള. അപ്പോൾ ഒരു എമൗണ്ട് എത്രയാണോ വേണ്ടത് അത് മമ്മിയുടെ കയ്യിൽ കൊടുക്കും എല്ലാ മാസവും. അപ്പോൾ ഞാൻ പറഞ്ഞു, മമ്മിയുടെ കയ്യിൽ ഡാഡി അത് തരുമ്പം മേ ബി നമുക്കതിൻ്റെ ഒരു 1/10 വേണേൽ എടുത്ത് മാറ്റി വെക്കാമല്ലോ. അപ്പോൾ മമ്മി പറഞ്ഞു, അത് നമുക്ക് ചെയ്യാം, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അത് ഡിസ്കസ് ചെയ്ത് അങ്ങനെയൊക്കെ ഡിസ്കസ് ചെയ്ത് അത് ഉടനെയാണോ 1-2 ദിവസം കഴിഞ്ഞാണോ എന്ന് എനിക്ക് അതൊന്നും കൃത്യമായി ഓർമ്മയില്ല. പക്ഷേ ഇങ്ങനെയെല്ലാം ഡിസ്കസ് ചെയ്തിട്ട് ഞങ്ങൾ ഒരു ദിവസം ഉച്ച കഴിഞ്ഞപ്പം മമ്മിയുടെ ജോലിയൊക്കെ കഴിഞ്ഞ് ഉച്ച കഴിയുമ്പോൾ ഫ്രീ ആകുമല്ലോ. ഉച്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ പറയുക, നമുക്കെന്നാൽ മാറ്റി വെച്ചേക്കാം അതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊരു ബോക്സ് ഉണ്ട്. അത് ചുമ്മാ ഞങ്ങളുടെ ഈ ഷെൽഫിൻ്റെ മേളിലായിട്ട് ഇരിക്കുമായിരുന്നു. അതെൻ്റെ ഗ്രാൻഡ് മദർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ബോക്സാണ്. അപ്പോൾ തടിയുടെ നല്ല ഭംഗിയുള്ള ഒരു ചതുര കൊണ്ടുള്ള ഒരു ബോക്സ്, വലിയ വലിപ്പമൊന്നുമില്ല. പക്ഷേ അതിനകത്ത് നിറച്ചും കുറേ നമ്മൾ പറയില്ലേ കള്ളികളുണ്ട്, കുറേ ഡിവിഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് അത് ഈ ദശാംശപ്പെട്ടിയായിട്ട് വെക്കാം. അപ്പോൾ അതിൽ നമുക്ക് പല പല നോട്ട്സ്, ഇപ്പോൾ 20-ൻ്റെ 50-ൻ്റെ അങ്ങനെ 100-ൻ്റെ അങ്ങനെയൊക്കെ നമുക്കിങ്ങനെ സെപ്പറേറ്റ് ചെയ്തിടാമല്ലോ. അപ്പോൾ അങ്ങനെ ആ ബോക്സ് എടുത്ത് അതിൽ വെക്കാം, ഇങ്ങനെ പല കള്ളികളിലായിട്ടൊക്കെ വെക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനത് മേളിൽ കയറി പൊടിയ തട്ടിയൊക്കെ എടുത്ത് ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് എത്ര പൈസയാണെന്ന് എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് ഈ ബോക്സിൽ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോൺ വരിക കേട്ടോ. ഞാൻ വെറുതെ പറയുമല്ല, എക്സാക്ട്ലി ആ സമയത്ത് ഫോൺ വരുവാണ്. ഫോണിൽ ഡാഡി പറയുവാണ്, ഡാഡിക്കൊരു പ്രൊമോഷൻ കിട്ടി, പ്രൊമോഷൻ്റെ കൂടെ ഒത്തിരി നല്ലൊരു ഹൈക്കും ഒത്തിരി അലവൻസസും ഒത്തിരി ബെനിഫിറ്റ്സ് ഉള്ള ഒരു പ്രൊമോഷനായിരുന്നു കേട്ടോ. അപ്പോൾ പൈസ മാത്രമല്ല, ഒത്തിരി വേറെ പിള്ളേർക്കുള്ള എഡ്യൂക്കേഷണൽ പിന്നെ ഏതാണ്ട് കുറേ അധികം ബെനിഫിറ്റ്സും കൂടെ ഉള്ള ഒരു പ്രൊമോഷൻ. അതായത് ഡാഡിക്ക് പ്രൊമോഷൻ കിട്ടാതെ വർഷങ്ങളിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ തൊട്ട് ആ ഒരു സമയം വരെ ഒരു പ്രൊമോഷനോ അങ്ങനത്തെ ഹൈക്കുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല, പ്രൊമോഷനൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പം അതൊരു ഒത്തിരി ലോങ് പെൻഡിങ് ആയിട്ടുള്ളതെന്നൊക്കെ നമ്മൾ പറയൂലേ, അങ്ങനെ ഇരുന്ന ഒരു കാര്യം നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മൾ 1/10 കൊടുക്കാമെന്ന് തീരുമാനിച്ച്, അതിലെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളത് ആക്ട് ചെയ്തപ്പോഴാണ് അല്ലേ, നമ്മളത് പൈസ എടുത്ത് മാറ്റി വെക്കുന്ന ആ ഒരു കൃത്യസമയത്ത് തന്നെ ഫോൺ വന്ന് ഡാഡി ഇത് പറയുക. അതെൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു ഡീപ്പ് ഇംപ്രഷനോ അല്ലെ ഒരു ഡീപ്പ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്ന് പറയാം. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു പോയി. ഞങ്ങൾ രണ്ടുപേരും നമ്മളിങ്ങനെ ഒരു കാര്യം ചെയ്തപ്പോൾ തന്നെ ഒരു വിസിബിൾ സൈൻ ദൈവം തന്ന് അതിനെ അപ്രൂവ് ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഭയങ്കര ഒരു അത്ഭുതം പോലെ തോന്നി. അപ്പോൾ മലാക്കിയുടെ പുസ്തകത്തിലാണ് നമ്മളിത് കാണുന്നത്. അത് ഞാനൊന്ന് വായിക്കാം കേട്ടോ. കർത്താവ് പറയുന്ന, ദശാംശം എൻ്റെ കലവറയിലേക്ക് വരട്ടെ, സ്വർഗ കവാടങ്ങൾ തുറന്ന് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കയില്ലേ എന്ന് പരീക്ഷിച്ചറിയുവിൻ, ടെസ്റ്റ് ചെയ്യുവിൻ എന്നാണ് പറഞ്ഞത്. ഞാനതൊന്ന് വായിക്കാം കേട്ടോ. മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായത്തിലാണ്. മനുഷ്യൻ ദൈവത്തെ കൊള്ളയടിക്കും. 8 മുതൽ. മനുഷ്യൻ ദൈവത്തെ കൊള്ളയടിക്കുമോ? എന്നാൽ നിങ്ങൾ എന്നെ കൊള്ള ചെയ്യുന്നു. എങ്ങനെയാണ് ഞങ്ങൾ അങ്ങയെ കൊള്ള ചെയ്യുന്നതെന്ന് നിങ്ങൾ ചോദിക്കുന്നു. ദശാംശങ്ങളിലും കാഴ്ചകളിലും തന്നെ. നിങ്ങൾ ജനം മുഴുവനും എന്നെ കൊള്ള ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ അഭിശപ്തരാണ്. ദശാംശം മുഴുവൻ കലവറയിലേക്ക് കൊണ്ടുവരുവിൻ. എൻ്റെ ആലയത്തിൽ ഭക്ഷണമുണ്ടാകട്ടെ. ഞാൻ നിങ്ങൾക്കായി സ്വർഗ കവാടങ്ങൾ തുറന്ന് അനുഗ്രഹം വർഷിക്കുകയില്ലേ എന്ന് നിങ്ങൾ പരീക്ഷിക്കുവിൻ. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെട്ടുകിളികളെ ശാസിക്കും. അവ നിങ്ങളുടെ ഭൂമിയിലെ ഫലങ്ങൾ നശിപ്പിക്കുകയില്ല. നിങ്ങളുടെ വയലുകളിലെ മുന്തിരി ചെടികൾ ഫലശൂന്യമാവുകയുമില്ല. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, അനുഗ്രഹീതർ എന്ന് ജനതകൾ നിങ്ങളെ വിളിക്കും. നിങ്ങളുടെ ദേശം ആനന്ദത്തിൻ്റെ ദേശമാകും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പോൾ ഇതിൽ കേട്ടോ നിങ്ങൾ, ഞാൻ നിങ്ങൾക്കായി ദശാംശം മുഴുവൻ കലവറയിലേക്ക് കൊണ്ടുവരുവിൻ. എൻ്റെ ആലയത്തിൽ ഭക്ഷണമുണ്ടാകട്ടെ.
ഞാൻ നിങ്ങൾക്കായി സ്വർഗ കവാടങ്ങൾ തുറന്ന് അനുഗ്രഹം വർഷിക്കുകയില്ലേ എന്ന് നിങ്ങൾ പരീക്ഷിക്കുവിൻ. ടെസ്റ്റ് ചെയ്തോളാനാണ് കർത്താവ് പറയുന്നത്. നമ്മൾ ടെസ്റ്റ് ചെയ്യാനൊന്നുമല്ല ചെയ്യുന്നത്, നമ്മളിതൊരു കൽപ്പനയായിട്ട് കൊടുത്തിട്ടില്ല. പക്ഷേ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞ ഒരു കാര്യം, നമ്മളത് ചെയ്തപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഒരു മൊമെൻറ്റ് പോലും ഡിലേ ഇല്ലാതെ ദൈവം അത് അവിടെ അനുഗ്രഹിച്ചു എന്നുള്ളത് എൻ്റെ മനസ്സിനെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്ത ഒരു സംഭവമാണ് കേട്ടോ. അതാണ് എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഒരു എന്താ പറയുന്ന അത്ഭുതങ്ങളുടെ ഒരു നിര തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഇത് സ്കൂളിൽ പഠിക്കുന്ന ഒരു സമയത്ത് നടന്നൊരു കാര്യമാണ്. അപ്പം ഒരു ചെറിയൊരു എമൗണ്ട് മമ്മിക്ക് കൊടുക്കുന്ന, വീട് റൺ ചെയ്യാൻ കൊടുക്കുന്ന ഒരു എമൗണ്ടിൽ നിന്ന് അതിൻ്റെ ദശാംശം ഞങ്ങൾ മാറ്റി വെച്ചു കൊടുക്കുന്നു. അത് ആവശ്യപ്പെട്ടവർക്ക്, ആവശ്യക്കാരെന്ന് നമ്മൾക്ക് തോന്നുന്നവർക്ക് നമ്മൾ കൊടുക്കുമായിരുന്നു ആ സമയത്ത്. അപ്പോൾ അതങ്ങനെ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ വർഷങ്ങൾ, അല്ലേ, ഒരു 4-5 വർഷം കഴിഞ്ഞപ്പോഴായിരിക്കും എനിക്ക് പരിശുദ്ധാത്മ അനുഭവമൊക്കെ കിട്ടുന്നത്. അപ്പം ഞാൻ ദൈവത്തിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് അടുത്തത് അതിന് ശേഷമാണ്. അപ്പം അതിനു മുമ്പ് ഞാൻ ഒരു റെഗുലർ ചർച്ച് ഗോറാണ്, നല്ല ദൈവവിശ്വാസിയാണ്. കാരണം വിശ്വാസമുള്ള ഫാമിലിയിൽ ജനിച്ചതുകൊണ്ടും പള്ളിയിലും പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ടും എനിക്ക് ഫെയ്ത്തിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ഒരു ദൈവവുമായിട്ടുള്ള ഒരു അടുപ്പമോ അങ്ങനെ ആഴത്തിലുള്ള ബന്ധമോ അങ്ങനെയൊന്നുമില്ല. അതെല്ലാം എനിക്ക് വന്നത് ഈ പരിശുദ്ധാത്മ അനുഭവം എനിക്ക് കിട്ടിയതിന് ശേഷം ഉള്ള പടിപടിയായുള്ള ഒരു ഗ്രോത്ത് ആയിരുന്നു. അപ്പം ഇങ്ങനെ ദശാംശമൊക്കെ കൊടുക്കുമെങ്കിൽ പോലും എന്നിൽ നിന്ന് ആ പൈസയോടുള്ളൊരു അറ്റാച്ച്മെൻറ്റ്, അല്ലേ, നമ്മളിൽ പലർക്കും ഉണ്ടായിരിക്കും, അല്ലേ, പൈസ നമ്മളിൽ നിന്ന് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ പൈസയോട് നമുക്കൊരു അറ്റാച്ച്മെൻറ്റ്, പൈസ വേണമെന്നൊരാഗ്രഹം, അതൊന്നും ഒരിക്കലും എന്നിൽ നിന്ന് നീങ്ങിപ്പോയിട്ടില്ല. അപ്പോൾ ഈ ദശാംശം ഇങ്ങനെ കൊടുക്കുമെങ്കിലും ആ ആഗ്രഹങ്ങളൊക്കെ എൻ്റെ ഉള്ളിലുണ്ട്. അപ്പം എനിക്ക് ഈ കരിസ്മാറ്റിക് നവീകരണത്തിലേക്ക് വന്ന് ഞാൻ ദൈവത്തോട് അടുത്ത് കഴിഞ്ഞ അനുഭവങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പം എനിക്ക് കിട്ടിയ വൺ ഓഫ് ദ ഫസ്റ്റ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ തിമോത്തിയുടെ പുസ്തകത്തിൽ നിന്നാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങളോടുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാം. നല്ലൊരു അധ്യായമാണ് തിമോത്തിയുടെ പുസ്തകം, തിമോത്തിയോസ് 6 കേട്ടോ. അല്ലെങ്കിൽ ഞാൻ മുഴുവൻ വായിക്കുന്നില്ല, സമയം എടുക്കുന്നതുകൊണ്ട് 6 തൊട്ട് വായിക്കാം. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ മുഴുവനും വായിക്കുക കേട്ടോ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. കാരണം നാം ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നില്ല, ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകാനും നമുക്ക് സാധിക്കുകയില്ല. ഭക്ഷണവും വസ്ത്രവും ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം. ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും മനുഷ്യനെ അധപ്പതനത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങളിലും നിബദിക്കുന്നു. എന്തെന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വ്യതകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയായിട്ടുണ്ട്. വിശ്വാസിയുടെ പോരാട്ടം. എന്നാൽ ദൈവിക മനുഷ്യനായ നീ ഇവയിൽ നിന്ന് ഓടിയകലണം. നീതി, ദൈവഭക്തി, വിശ്വാസം, സ്നേഹം, സ്ഥിരത, സൗമ്യത എന്നിവയെ ഉന്നം വയ്ക്കുക. വിശ്വാസത്തിൻ്റെ നല്ല പോരാട്ടം നടത്തുകയും നിത്യജീവനെ മുറുകെ പിടിക്കുകയും ചെയ്യുക. ഇതിലേക്കാണല്ലോ നീ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അനേക സാക്ഷികളുടെ മുമ്പാകെ നീ ഇത് ദൃഢമായി ഏറ്റുപറഞ്ഞിട്ടുള്ളതാണല്ലോ. എല്ലാറ്റിനും ജീവൻ നൽകുന്ന ദൈവത്തിൻ്റെയും പൊന്തിയോസ് പിലാത്തോസിൻ്റെ മുമ്പിൽ സത്യത്തിന് സാക്ഷ്യം നൽകിയ യേശുക്രിസ്തുവിൻ്റെയും സന്നിധിയിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു, കർത്താവായ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നവരെ പ്രമാണങ്ങളെല്ലാം നിഷ്കളങ്കമായും അന്യൂന്യമായും നീ കാത്തു സൂക്ഷിക്കണം. അപ്പോൾ ബാക്കി ഞാൻ വായിക്കുന്നില്ല, നിങ്ങളൊന്ന് കണ്ടിന്യൂ ചെയ്തോ വായിക്കാൻ. അപ്പോൾ ഇതെനിക്കൊരു ഭയങ്കര ചലഞ്ചായിരുന്നു കേട്ടോ. കാരണം കർത്താവ് പറയാണ്, എന്തെന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വ്യതകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കർത്താവ് പറയുന്നത് ധനമോഹത്തെക്കുറിച്ച്, അല്ലേ. ധനം ആസ് സച്ച് ഒരു യൂട്ടിലിറ്റി പോലെ കുഴപ്പമില്ല. അപ്പോൾ ധനവാനായിരിക്കുന്നത് ഒരു തെറ്റാണോ, അതൊരു മോശം കാര്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല, അല്ലേ. നമുക്ക് ധനം ഉണ്ടെങ്കിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് അതുകൊണ്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ധനത്തോടുള്ള ഒരു മോഹം, അല്ലേ, ആ ഒരു അറ്റാച്ച്മെൻ്റാണ് കർത്താവ് ഇവിടെ പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് ഇതൊക്കെ വായിക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണതയിലൊന്നും മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി ഒന്നും എനിക്കില്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിക്കുന്നത്, എൻ്റെ മനസ്സിലെ വലിയ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പഠിക്കാനൊക്കെ നല്ല മിടുക്കിയായിരുന്നു. ആ സമയത്ത് നല്ല ഒത്തിരി ടൈമൊക്കെ എഴുതുന്ന പഠിക്കുകയും നല്ല മാർക്കൊക്കെ കിട്ടുകയും ക്ലാസ്സിലെ വൺ ഓഫ് ദി ഒരു ടോപ്പറായിരുന്നു എപ്പോഴും. അപ്പോൾ എൻ്റെ ഭയങ്കര ആഗ്രഹം, അതിൻ്റെ ഉള്ള മോട്ടിവേഷൻ എന്താണെന്ന് വെച്ചാൽ, പഠിച്ച് നല്ല ജോലി വാങ്ങിച്ച് നല്ല ശമ്പളമൊക്കെ വാങ്ങിച്ച് നല്ല ഇഷ്ടം പോലെ കാശൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അതാണ് നമ്മളെ ഡ്രൈവ് ചെയ്യുന്ന ഫോഴ്സ്, അല്ലേ.
അപ്പം എനിക്കിത് പെട്ടെന്ന് വായിച്ചപ്പം എനിക്ക് മനസ്സിലായത് അത് ധനം ഉണ്ടാക്കുന്നത് വേണ്ടെന്ന് കർത്താവ് പറയുന്നതെന്നുള്ള രീതിയിലാണ് എനിക്കതിനെ മനസ്സിലായത്. അപ്പം അതെനിക്കൊരു ഭയങ്കര ചലഞ്ചായിട്ട് തോന്നി. അപ്പോൾ ആ റൂട്ട് കിടപ്പുണ്ട്. അപ്പം ആ ധനമോഹം എന്നുള്ള ഒരു റൂട്ട് കിടപ്പുണ്ട് അല്ലേ, അത് കർത്താവ് എനിക്ക് കാണിച്ചു തന്നു. അപ്പം അതെനിക്ക് ഉപേക്ഷിക്കാൻ വലിയ ബുദ്ധിമുട്ടായി. അപ്പം നമ്മൾ കർത്താവിലേക്ക് വരുമ്പോൾ ഞാൻ പറയുന്ന പോലെ, എപ്പോഴും പറയുന്ന പോലെ യാക്കോബിൻ്റെ ഗോവണി കയറ്റം അല്ലേ, അപ്പം നമ്മളെ സ്ലോലി കർത്താവ് നമ്മളുടെ ഓരോ ബോണ്ടേജസിൽ നിന്ന് നമ്മളെ വിടുവിച്ച് നമ്മളെ ഫ്രീ ആക്കിക്കൊണ്ടിരിക്കും. അപ്പം ഈ ഒരു കാര്യം കേട്ടപ്പോൾ എനിക്ക് ശരിക്കും മനസ്സിലായി എന്നിൽ ധനമോഹമുണ്ട്. പക്ഷേ ഞാനിപ്പം എപ്പോഴും പറയുന്ന പോലെ നമ്മളിലുള്ള ചില തിന്മകളൊക്കെ നമുക്ക് ഒരു ദിവസം എഴുന്നേറ്റ് വേണ്ടാന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പോകുന്ന കാര്യമല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരിയാണ്, പക്ഷേ ധനമോഹമുണ്ട്, പക്ഷേ എനിക്ക് അത് അങ്ങോട്ട് ഉപേക്ഷിക്കാൻ അതെൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. അപ്പോൾ കർത്താവ് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ച് ഞാൻ പ്രാർത്ഥിച്ചു കേട്ടോ. അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഉടനെ അത് പോയില്ല, പക്ഷേ കുറേ വർഷങ്ങൾ കൊണ്ട് ഏതോ ഒരു പോയിന്റിൽ എനിക്ക് ധനത്തോടുള്ള ആ അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ആ ഇമ്പോർട്ടൻസ് കേട്ടോ അതെൻ്റെ മനസ്സിൽ നിന്ന് അങ്ങ് നീങ്ങിപ്പോയി. അപ്പം അത് എപ്പോഴാണ് പോയത്, എപ്പോഴാണ് അതെനിക്ക് കുറച്ച് ഇതൊരു ഗ്രാജുവൽ ചേഞ്ചാണ്. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് എത്രമാത്രം അറ്റാച്ച്മെൻറ്റ് അന്നുണ്ടായിരുന്നോ അത് പയ്യെ കുറഞ്ഞു വന്നിട്ട് ഒരു സീറോ അറ്റാച്ച്മെൻറ്റിലേക്ക് വന്നു. അതൊത്തിരി വർഷം എടുത്ത് ആ ഒരു ചേഞ്ചിലെത്താനായിട്ട്. പക്ഷെ അത് കഴിഞ്ഞപ്പം ഞാൻ ഒരു ഡിസിഷനും പൈസയെ ബേസ് ചെയ്ത് എടുക്കത്തില്ല. അപ്പം നിങ്ങൾ എനിക്കൊരു കോടിയല്ല ഒരു ബില്യൺ തരാമെന്ന് പറഞ്ഞാലും ഞാൻ സ്റ്റാൻഡ് ചെയ്യുന്ന ചില വാല്യൂസ് ഉണ്ട്, അത് ഞാൻ മാറ്റത്തില്ല. അപ്പം അത് എനിക്ക് പൈസ അത് ഇമ്പോർട്ടൻ്റ് അല്ലാതായി മാറി. അത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. പക്ഷേ ഏതോ ഒരു പോയിന്റിൽ കർത്താവിൻ്റെ കൃപയാൽ ആ അറ്റാച്ച്മെൻറ്റ് എന്നിൽ നിന്ന് നീങ്ങിപ്പോയി. അപ്പോൾ പൈസ ഇപ്പോൾ ഒരു യൂട്ടിലിറ്റിയാണ്, പല കാര്യങ്ങൾക്കും നമ്മളെ അത് സഹായിക്കുമെന്നല്ലാതെ പൈസ ബേസ് ചെയ്തല്ല ഞാനൊരു ഡിസിഷനും എടുക്കുന്നത്. എനിക്ക് എന്തെങ്കിലും ലാഭമുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇതിൽ എനിക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കാറില്ല. ആ പൈസ ബേസ്ഡ് ഒരു ഡിസിഷൻ മേക്കിംഗ് എന്നിൽ നിന്ന് നീങ്ങിപ്പോയി. അത് പക്ഷേ വലിയൊരു ഫ്രീഡമാണ് കേട്ടോ. അത് ശരിക്കും നമുക്ക് പൈസയെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു വ്യക്തികളെയും അളക്കത്തുമില്ല, മനസ്സിലായോ? അല്ല ഒരു പൈസക്കാരൻ പൈസ കുറവുള്ളത് അങ്ങനത്തെ ഒരു വേർതിരിവോ അങ്ങനെയൊന്നും എൻ്റെ മനസ്സിലില്ല. എല്ലാവരെയും വ്യക്തികളെ നമ്മൾ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യും. അത് പൈസ ബേസ്ഡ് അല്ല. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ പൈസയോടുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ് എൻ്റെ മനസ്സിൽ നിന്ന് പോയി. അപ്പോൾ ഞാൻ ഇന്ന് ആലോചിക്കുന്നത് ആ ഒരു ഫ്രീഡം എനിക്ക് കിട്ടിയത് ഒരുപക്ഷെ ഞാൻ ഈ 1 കൊടുത്ത് അല്ലെ ടൈത്തിങ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് ചെറിയ എമൗണ്ടിൽ തുടങ്ങിയിട്ട് വലിയ എമൗണ്ടാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ കൊടുക്കാൻ പറ്റിയത് അന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കൺസിസ്റ്റൻ്റ്ലി ചെയ്തത് കൊണ്ട് ആണ് എനിക്കിപ്പോൾ വലിയ എമൗണ്ടും കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തത്. അപ്പം ആ ഒരു കൊടുക്കാനുള്ള ഒരു മനോഭാവം വന്ന് ആ ഒരു പ്രോസസ്സിലാണ് ഈ ധനത്തോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് നീങ്ങിപ്പോയതെന്നാണ് ഞാൻ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്നത് കേട്ടോ. പക്ഷേ അതെൻ്റെ ജീവിതത്തിൽ ഒത്തിരി സന്തോഷവും ഒത്തിരി ഫ്രീഡവും അതൊരു ലിബറേഷനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും നമ്മുടെ മനസ്സിൽ ദേഷ്യമുണ്ടെങ്കിൽ അല്ലെ അഹങ്കാരമുണ്ടെങ്കിൽ അല്ലെങ്കിൽ സെൽഫിഷ്നെസ് ഉണ്ടെങ്കിൽ അല്ലെ ധനമോഹമുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ ആ പൂർണ്ണമായ സന്തോഷത്തെ ഞെരിക്കുന്ന മുള്ളുകളാണ്. അപ്പോൾ അതങ്ങ് നീങ്ങിപ്പോയി ഈ ഒരു 0.5 കൊടുക്കുന്ന വഴി. അതാണ് ഫസ്റ്റ് ഭയങ്കര വലിയ അനുഗ്രഹം എന്ന് ഞാൻ പറയുന്നത്. അല്ലാതെ വിസിബിളായിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങൾ. അപ്പം ഞങ്ങളിങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ജോലി കിട്ടിയപ്പോൾ ഞാൻ ആദ്യത്തെ ശമ്പളം തൊട്ട് കൃത്യമായിട്ട് 0.5 മാറ്റിവെച്ച് കൊടുക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ടൈത്തിങ് ചെയ്യും. അപ്പം ചെറുപ്പം തൊട്ട് ചെയ്തുകൊണ്ടിരുന്ന ഇപ്പം എൻ്റെ ശമ്പളത്തിൻ്റെ 1/10 ഇങ്ങനെ മാറ്റിവെച്ച് കൊടുക്കും നമുക്ക് 2 പേർക്കും. പുള്ളിക്കാരനോട് ഞാൻ പറഞ്ഞു നമ്മുടെ 2 പേരുടെ അങ്ങനെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് ആദ്യം പറഞ്ഞു എനിക്കിപ്പോൾ അത് ചെയ്യണമെന്ന് തോന്നുന്നില്ല, ആൾക്കത് അത്ര ഇഷ്ടം വന്നില്ല, എനിക്കിപ്പോൾ അത് ചെയ്യണമെന്ന് തോന്നുന്നില്ല. കാരണം എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ പേരൻസിനെ ബാംഗ്ലൂർ കൊണ്ടുവരിക. അപ്പം ചാച്ചൻ അന്ന് ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്. അപ്പോൾ അവർക്ക് പ്രായമാകും തോറും അവിടെ ഒറ്റയ്ക്ക് തുടരാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഒരു റീസണബിൾ ഹെൽത്തി സ്റ്റേറ്റിലിരിക്കുമ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ സെറ്റിൽ ആവുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു ഇതുമായിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ആവുമല്ലോ. അപ്പം ചാച്ചനിപ്പം കുഴപ്പമില്ലാതിരിക്കുവാണ്. അപ്പോൾ ഇപ്പം ഇങ്ങനെ കൊണ്ടുവരണം എന്നെൻ്റെ ആഗ്രഹം. അപ്പോൾ നമ്മൾ വീടൊന്നും വാങ്ങിച്ചില്ലേ അവർ വരത്തില്ല. നമുക്ക് ഫസ്റ്റ് അവർക്ക് കൂടെ പറ്റിയ പോലത്തെ ഒരു വീടൊക്കെ വാങ്ങിച്ച് സെറ്റിലായി കഴിഞ്ഞാൽ മാത്രമേ ഞാൻ വിളിച്ചാൽ വരത്തുള്ളൂ. അപ്പം എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ വീട് വാങ്ങിക്കുവാണ്. വീടൊക്കെ വാങ്ങിച്ച് അവരെ കൊണ്ടുവന്ന് സെറ്റിലായി കഴിയുമ്പം
1/10 കൊടുക്കാമെന്ന് പറഞ്ഞു. ഇങ്ങനെ എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. കാരണം നമ്മൾ കൽപ്പനയാണ് നമ്മൾ പാലിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ കിട്ടുന്ന വരുമാനത്തിൻ്റെ ദശാംശം കൊടുക്കുക. അപ്പോൾ ഇപ്പം നമ്മളത് കൊടുക്കുന്നില്ല എങ്കിൽ അന്ന് നമുക്ക് വേറെ പല റീസൺസ് വരാം അല്ലേ. അന്ന് വേറെ ഒരു സെറ്റ് ഓഫ് കാര്യങ്ങൾ കാണും നമുക്ക് അല്ലേ. വീട് വാങ്ങിച്ചു കഴിയുമ്പോൾ അടുത്ത സെറ്റ് ഓഫ് കാര്യങ്ങൾ, പിള്ളേരുടെ കാര്യങ്ങൾ. അപ്പോൾ അത് ജീവിതത്തിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അതുമാത്രമല്ല, ഇന്ന് നമ്മളൊരു ചെറിയ ഇൻകം ഏൺ ചെയ്യുന്നത്, ചിലപ്പോൾ നമുക്ക് ശമ്പളക്കയറ്റം കിട്ടി വലിയൊരു ഇൻകം ആകാം. അപ്പോൾ ഞാൻ അതിൻ്റെ 1/10 എടുത്ത് നോക്കുമ്പോൾ ഇത്രയും ആണല്ലോ എന്ന് വിചാരിക്കാം അല്ലേ. അപ്പോൾ ആ ചെറിയ എമൗണ്ടിൽ നമ്മൾ കൊടുത്ത് തുടങ്ങിയാൽ മാത്രമേ ഉള്ളൂ അത് ഗ്രാജുവലായിട്ട് കൂടുമ്പോൾ നമുക്കും ആ ഒരു കൊടുക്കാനായിട്ടുള്ളൊരു മനസ്ഥിതി ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു വലിയ എമൗണ്ട് നമ്മൾ പൈസക്കാരനായിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ പൈസക്കാരനാകുമ്പോൾ 1/10 ഒത്തിരി ഹൈ ആയിരിക്കുമല്ലോ. അപ്പം അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്കത് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. ഞാൻ ഏതായാലും കൊടുക്കും, ഞാനതങ്ങനെ കൊടുക്കാമെന്നും പറഞ്ഞതാണ്. അപ്പോഴേക്ക് കൊടുക്കണ്ട, അത് എനിക്ക് കുഴപ്പമില്ല. നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ഫോഴ്സ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന ഒരു കാര്യമില്ല. അപ്പം പുള്ളി എന്നെ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യും, എൻ്റെ ഡിസിഷൻസിനെ, ഞാനും തിരിച്ചങ്ങനെ. അപ്പം അത് പുള്ളിക്ക് പ്രശ്നമില്ല, പുള്ളിയുടെ കാര്യങ്ങൾ ഫോഴ്സ് ചെയ്യാതിരുന്നാൽ മതി. അപ്പം അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ആൾക്കൊരു ചെറിയ അജിറ്റേഷൻ വന്നത്. അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞു, ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചു, അപ്പം നീ പറഞ്ഞത് അതിൻ്റെ ശരിയെ, ഞാനും 1/10 കൊടുക്കാമെന്ന് തീരുമാനിച്ചു. അല്ലെങ്കിൽ നമ്മൾ ആ സമയത്ത് നമുക്ക് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും, അല്ലെ ആ പറഞ്ഞത് കറക്റ്റാണ്. അപ്പോൾ ആളുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പറയുന്ന പോയിൻറ്റ് ഇമ്മീഡിയറ്റ്ലി അക്സെപ്റ്റബിൾ അല്ലെങ്കിലും അത് മനസ്സിലിട്ട് ചിന്തിച്ച് ഓപ്പണാണ്, ഐഡിയാസിനോട് ഓപ്പണാണ്. ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നറിയത്തില്ല, പക്ഷേ അത് ശരിയാണോ തെറ്റാണോ എന്ന് വിവേചിച്ചറിയാം. അപ്പോൾ അത് കഴിയുമ്പോൾ ഒരു ചെറിയ ഒരു ചെറിയ പോരാട്ടം നടന്നിട്ട് ശരിയാണെന്ന് തോന്നുന്ന കാര്യത്തിലേക്ക് ആ ഡിസിഷൻ എത്തും. അപ്പം അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ്, ആ ഒരു ഓപ്പൺനെസ്. അല്ലാതെ മൈ വേസ് ഹൈവേ എന്നുള്ള രീതിയില്ല, ഞാൻ പറയുന്ന നീ കേൾക്കണം അങ്ങനെ ഒരു രീതി ആൾക്കില്ല. അപ്പം അങ്ങനെ പറഞ്ഞിട്ട് പുള്ളിയും പറഞ്ഞു ശരി ഞാനും കൊടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൊടുത്തു. പുള്ളി കൊടുക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് പുള്ളിയുടെ പേഴ്സണൽ ലൈഫിലും ഔദ്യോഗിക ജീവിതത്തിലും ഒരു സീരീസ് ഓഫ് അത്ഭുതങ്ങൾ നടന്നിട്ട് സത്യം പറഞ്ഞാൽ ഇപ്പോഴും ആൾക്കതൊരു ഞെട്ടലാണ്. എന്നോട് പറയും 1/10 കൊടുത്തപ്പോൾ എന്തൊക്കെ അത്ഭുതങ്ങളാണ് നടന്നത്, എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല എന്ന് ഇപ്പോഴും എന്നോട് പറയും കേട്ടോ. അപ്പം പുള്ളി കൊടുക്കാൻ തീരുമാനിച്ച ഉടനെ തന്നെ, അപ്പം നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഏതാണ്ട് 1 വർഷത്തിനകം തന്നെ നമ്മളൊരു വീടെടുത്തു. അപ്പം ആ ഒരു വീടെന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ കൺമുന്നിൽ കൊണ്ട് കാണിച്ചതുപോലെയാണ്. നമ്മളുടെ മനസ്സിൽ എന്തൊക്കെ സ്പെസിഫിക്കേഷൻ ഉണ്ടോ അതും നമ്മുടെ ബഡ്ജറ്റിൽ നമുക്ക് പറ്റുന്ന പോലെ അതിന് ഒരു ബെസ്റ്റ്, നമ്മുടെ ബഡ്ജറ്റിൽ ഏറ്റവും ഒരു ബെസ്റ്റ് പോസിബിൾ, ചാച്ചനും അമ്മയും വരുമ്പോൾ പറ്റിയ ഒരു വീട്, അത് നമ്മുടെ പള്ളിയുടെ അടുത്ത്, അങ്ങനെ നമ്മുടെ മനസ്സിൽ നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ പോലും ദൈവം പ്ലാൻ ചെയ്ത് തന്നതുപോലെ ഒരു വീട് കിട്ടി. ഹസ്ബൻഡിനാണെങ്കിൽ ഉടനെ ഓഫീസിൽ പ്രൊമോഷൻ കിട്ടുന്നു, നല്ലൊരു ഹൈക്ക് കിട്ടുന്നു. അങ്ങനെ ഒത്തിരി അത്ഭുതങ്ങൾ നടന്നിട്ട് ആൾ തന്നെ പറയുക, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, 1/10 കൊടുപ്പ് എന്ത് അനുഗ്രഹമാണ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതെന്ന്. ഇത് ശരിക്കും ആ മലാഖിയിൽ പറഞ്ഞ പോലെ ചെയ്ത് ടെസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നത് വളരെ കറക്റ്റാണ്. ഇത്രയും ഒരു അത്ഭുതം ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് അതിപ്പോഴും പറയും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പുള്ളി എന്നോട് പറഞ്ഞേ, ശരിക്കും എനിക്ക് തോന്നുന്ന ദൈവമല്ലേ നമുക്ക് ഇത്രയും തന്നത്. ഈ അത്രയും തരുമ്പോൾ നമ്മൾ 10% അല്ല, നമ്മളിപ്പോൾ 1/10 എന്ന് പറഞ്ഞാൽ ടൈത്തിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻകത്തിൻ്റെ 1/10 കൊടുക്കുക അല്ലേ. അപ്പം 100 രൂപ കിട്ടുവാണെങ്കിൽ 10 രൂപ, 1000 ആണെങ്കിൽ 100 രൂപ അല്ലേ, 10% കൊടുക്കുക. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നമ്മൾ കൂടുതൽ കൊടുക്കണം എന്നെനിക്ക് തോന്നുവാന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് വേറൊരു അത്ഭുതം എന്നാന്ന് വെച്ചാൽ പുള്ളി പറയുന്നത്, പുള്ളി 1/10 എമൗണ്ട് ചിലപ്പോൾ നമുക്ക് കൊടുത്ത് എല്ലാവർക്കും മിച്ചം വരുമല്ലോ, അതൊന്ന് ഇൻവെസ്റ്റ് ചെയ്തേക്കാന്ന് വെച്ചാൽ അത് കൊണ്ട് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്താൽ അതൊരു 10 ടൈംസ് കൂടും. ഹസ്ബൻഡ് പറയുന്ന, ഞാൻ എൻ്റെ പൈസ ഇട്ടത് കൂടുന്നില്ല അത്രയും, അതൊരു റെഗുലർ ഗ്രോത്തേ ഉള്ളൂ. ഇത് ഭയങ്കര 10% ഇത്ര ചുരുങ്ങിയ കാലം കൊണ്ട് ഭയങ്കരമായിട്ട് അങ്ങ് ഗ്രോ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് എന്നോട് ഇങ്ങനെ പറയും വന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളി എന്നോട് പറഞ്ഞു ശരിക്കും നമ്മൾ കൂട്ടണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇതനുസരിച്ച് ബൈബിളനുസരിച്ച് നമ്മൾ ദശാംശമാണ് കൊടുക്കുന്നത്, കൂട്ടണം എന്ന് സ്ട്രോങ് ആയിട്ട് തോന്നുവാണെങ്കിൽ എന്നോട് പറഞ്ഞു ദൈവമല്ലേ നമുക്ക് മുഴുവൻ തന്നത്, അപ്പം ശരിക്കും പറഞ്ഞാൽ മുഴുവൻ തന്നെ ദൈവത്തിന് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥർ, അത്രയും വലിയ അനുഗ്രഹം നന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാം, നമ്മൾ ഓരോ പ്രൊമോഷൻ കിട്ടുമ്പം ഒരു 5% കൂട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞേ. അപ്പം ഞാനിങ്ങനെ ചുമ്മാ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡും പറഞ്ഞു ശരി അങ്ങനെ ചെയ്യാമെന്ന്. അപ്പം ആ പറഞ്ഞതിന് 6 മാസം കഴിഞ്ഞപ്പോൾ അടുത്ത പ്രൊമോഷൻ കിട്ടി കേട്ടോ. അത് കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ അടുത്ത പ്രൊമോഷൻ കിട്ടി കേട്ടോ.
അത് കഴിഞ്ഞ് 1 വർഷം കൂടെ കഴിഞ്ഞപ്പോൾ അടുത്ത പ്രൊമോഷനും കിട്ടി. ഓൾമോസ്റ്റ് ഒരു ടോപ്പ് ലെവലിലെത്തി ആ കമ്പനിയുടെ. അപ്പം ഇതെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഈ ഓരോ പ്രൊമോഷനും ആൾക്കാർ ടോപ്പ് ലെവലിലോട്ടൊന്നും കിട്ടത്തേ ഇല്ല. ഇനി കിട്ടിയാൽ തന്നെ 5-10 വർഷങ്ങളൊക്കെ ഇങ്ങനെ ഒരു വലിയൊരു എന്നാ പറയുന്നത്, വലിയൊരു കാലഘട്ടത്തിലാണ് അത് കിട്ടുന്നത്. അപ്പം എന്നോട് പറയുന്നത് ഇത് ദൈവം തരുന്നതാണ്. കാരണം അങ്ങനെ ഒരു റോൾ അവിടെ വരാനും എന്നെ സപ്പോർട്ട് ചെയ്യാനുള്ള ആൾക്കാരെ എല്ലാം ദൈവം അവിടെ ഒരുക്കി വെച്ചിരിക്കുക. അപ്പോൾ അത് ദൈവത്തിൻ്റെ ഹാൻഡ് തീർച്ചയായിട്ടും എനിക്കത് കാണാമെന്ന് പറയുക. അപ്പം അത്രയും വലിയ അത്ഭുതങ്ങൾ. അപ്പോൾ ഫൈനാൻഷ്യലിയും എല്ലാം ഒത്തിരി നമ്മളിപ്പം ഞാനൊരു റഫ് കാൽക്കുലേഷൻ ചെയ്യുക. നമ്മൾ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടോ റഫ്ലി അതിൻ്റെ ഒരു എത്ര പറയുന്നത് 20 to 25 ടൈംസ്, അതായത് 20 to 25 ടൈംസ് ആണോ, ഇപ്പം നമ്മൾ 1 ലക്ഷം കൊടുത്താൽ 20 ലക്ഷം അല്ലേ, ഒരു 25 ടൈംസ് എങ്കിലും നമുക്കത് തിരിച്ച് കിട്ടിയിട്ടുണ്ട്. ഒരു റഫ് കാൽക്കുലേഷൻ, കൃത്യമായിട്ടൊന്നും ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഒരു 15 to 25 ഇടയ്ക്ക് എത്രയോ നമുക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ട്, നമ്മൾ എത്ര കൊടുത്തിട്ടുണ്ടോ. അത്രയും വലിയ ഇതിലാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്. ഇതൊരു ഓൺഗോയിങ് ഒരു സംഭവമാണ് കേട്ടോ. നമ്മൾ കൊടുക്കുന്തോറും വർദ്ധിക്കും. ഇപ്പം ഞാനിപ്പം കൂടുതൽ കൊടുക്കുമ്പോൾ എനിക്ക് കൂടുതൽ തിരിച്ചു കിട്ടും. അങ്ങനെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അപ്പം അബണ്ടൻസ് അത് ദൈവം അങ്ങ് തിരിച്ചു തരും. പിന്നെ ഞാനൊരു കാര്യം എക്സ്പീരിയൻസ് ചെയ്തേക്കുന്നത്, അപ്പം നമുക്ക് എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും എനിക്ക് എത്ര ആവശ്യമുണ്ടോ ആ പൈസ എവിടെ നിന്നെങ്കിലും വരും. അപ്പം ഒത്തിരിയുള്ള സമയങ്ങളുണ്ടായിട്ടുണ്ട്, അധികം ഇല്ലാത്ത സമയങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ 2 സിറ്റുവേഷനിലും എനിക്ക് പൈസയ്ക്ക് കുറവില്ല. അപ്പം ഞാൻ ആഗ്രഹിക്കുക എനിക്ക് ഇന്ന കാര്യത്തിന് ഇത്ര ഒരു പൈസ വേണമെന്ന് പറഞ്ഞാൽ ആ പൈസ എവിടെ നിന്നെങ്കിലും അത് വരും കേട്ടോ. അതെനിക്ക് ഭയങ്കര ഒരു അത്ഭുതമാണ്. നമ്മുടെ ആവശ്യങ്ങൾക്ക് കുറവില്ല. അപ്പോൾ നമുക്ക് എത്ര കൂടുതലുണ്ടെങ്കിലും എത്ര കുറവുണ്ടെങ്കിലും നമ്മുടെ ആവശ്യങ്ങൾ നടന്നു പോകും. അപ്പം അതിനൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, ശരിക്കും എൻ്റെ ഹസ്ബൻഡ് ഒരു 3 വർഷം ഒരു സ്റ്റാർട്ടപ്പ് ചെയ്തായിരുന്നു. സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ മാത്രമാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വരുമാനമേ ഉള്ളൂ. ആൾക്ക് കുറച്ച് സേവിങ് കാര്യങ്ങളെല്ലാം നമ്മൾ സ്റ്റാർട്ടപ്പിലേക്ക് ഇടുമായിരുന്നു. അപ്പം ഞാൻ ഓർത്തപ്പോൾ നമ്മുടെ വീടെന്ന് പറഞ്ഞാൽ വലിയ വീടാണല്ലോ, അപ്പോൾ ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് കുറേ അധികം ചിലവുകളുണ്ട്, ലോണുകളുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം ഞാനിങ്ങനെ ചുമ്മാ ഒരു കാൽക്കുലേഷൻ എൻ്റെ മനസ്സിൽ ഇത്ര കൂടെ പൈസ വേണം നമുക്കൊരു കംഫർട്ടബിളായിട്ട് ജീവിക്കാൻ എന്നിങ്ങനെ വിചാരിച്ചപ്പോഴത്തേക്ക് ഭയങ്കര അത്ഭുതമായിട്ട് ആ വർഷം എനിക്കൊരു ഹൈക്ക് കിട്ടി. അതൊരു മാസീവ് ഹൈക്കാണ്. ഞാൻ ആ കമ്പനിയിൽ അങ്ങനെ ഒരു ഹൈക്ക് കൊടുക്കുന്ന ഒരു കാര്യമില്ല. പക്ഷേ ആ ഒരു വർഷം അവരെന്തോ കാര്യം ചെയ്തിട്ട് എനിക്കൊരു മാസീവ് ഹൈക്ക് കിട്ടിയിട്ട് ഞാൻ എത്ര പൈസയാണ് എനിക്ക് ഷോർട്ട് ഫോൾ ഉണ്ടെന്ന് വിചാരിച്ചത് അത് കൃത്യമായിട്ട് ആ ഹൈക്കിൽ കവർ ചെയ്ത് വന്നു കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഉള്ളതും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ ആവശ്യങ്ങൾക്ക് പൈസ ദൈവം അറേഞ്ച് ചെയ്ത് തരും. അത് നമ്മൾ കൊടുക്കുന്നതിൻ്റെ ഒരു അനുഗ്രഹമാണ് കേട്ടോ. അപ്പോൾ അത് എനിക്ക് എന്നാ പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒത്തിരി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം ഓർത്തോർത്ത് പറയാൻ പോയാൽ ഒത്തിരി സമയമെടുക്കും. അപ്പം ഇപ്പം ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു കേട്ടോ. അപ്പം കൊടുത്തൊന്ന് നോക്കുക. അപ്പം നിങ്ങൾ കൊടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ പറയുന്നത് എന്താണെന്ന്. ദൈവം ആ ടെസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ടെസ്റ്റ് ചെയ്യാനല്ല കൊടുക്കുന്നത്, പക്ഷേ അത് തിരിച്ച് വരും. അതൊരു നിയമമാണല്ലേ, നമ്മൾ ഒരു ലോക നിയമം അല്ലേ, കർമ്മഫലം എന്നൊക്കെ പറയുന്ന പോലെ കൂടുതൽ കൊടുക്കുമ്പോൾ കൂടുതൽ തിരിച്ചു വരുന്നു. അപ്പോൾ അതെൻ്റെ ജീവിതത്തിൽ ഞാൻ നല്ലതായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അനുഗ്രഹത്തിൻ്റെ വാതിൽ നിങ്ങളോടും കൂടി ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. കാരണം എല്ലാവരുടെ ജീവിതത്തിലേക്കും അനുഗ്രഹം കടന്നു വരട്ടെ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ക്ലാസ് പ്രത്യേകമായിട്ട് എടുക്കുന്നത്. അപ്പോൾ പിന്നെ ബൈബിളിൽ എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ പലരും എന്നോടിങ്ങനെ വാട്സാപ്പിലും യൂട്യൂബിൽ പണ്ട് ഞാൻ ഇംഗ്ലീഷ് വീഡിയോയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാട്സാപ്പിലും ഒക്കെ എന്നോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് നമ്മൾ ദശാംശം എങ്ങനെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരാൾ ചോദിച്ചാണ്, അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് അധികം പൈസയില്ല, അപ്പം അമ്മയ്ക്ക് ഞാൻ എൻ്റെ ഇതിൽ നിന്ന് എടുത്ത് കൊടുത്ത് അത് ദശാംശത്തിൽ ഇൻക്ലൂഡ് ചെയ്യാമോ. അപ്പോൾ വേറൊരാൾ ചോദിച്ചു നമ്മൾ പള്ളിക്ക് തന്നെ കൊടുക്കണം എന്നുണ്ടോ, അതോ നമുക്ക് ആവശ്യക്കാർക്ക് കൊടുക്കാമോ. അപ്പോൾ ആവശ്യക്കാർക്ക് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അവർ ഒത്തിരി ആൾക്കാർ നമ്മളെ പറ്റിക്കുന്ന സാഹചര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ അവർ ജെനുവിനായിട്ടാണോ ഉള്ള ആൾക്കാരാണോ എന്നൊക്കെ എങ്ങനെ മനസ്സിലാകും. ഇങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ആൾക്കാർ ചോദിച്ചു. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ നോക്കിയിട്ട് എൻ്റെ കൺമുന്നിൽ ദൈവം കൊണ്ട് കാണിക്കുന്ന ആൾക്കാർക്ക് ഞാൻ കൊടുക്കും. ഇപ്പം നമ്മുടെ പള്ളിയിലാണ് ഒരാവശ്യം, അല്ലെങ്കിൽ പള്ളി പണി നടക്കുന്നു, അപ്പം നമ്മൾ പണിക്കുള്ള ഫണ്ട് പിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പള്ളിക്ക് കൊടുക്കുന്നു. പള്ളിയുടെ ആവശ്യങ്ങൾ നമ്മളെപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്ത് പള്ളിക്ക് ഒരു ആവശ്യമാണെങ്കിൽ നമ്മൾ നമ്മുടെ 1/10 അല്ലെങ്കിൽ ദശാംശം പള്ളിക്ക് കൊടുക്കുന്നു. അല്ലെങ്കിൽ ചിലപ്പം ഇങ്ങനെ സന്നദ്ധ സംഘടനകളുണ്ടല്ലോ, ഇങ്ങനെ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ. അപ്പം നവജീവൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടോ, തോമസ് ചേട്ടൻ്റെ
അപ്പം ഞങ്ങൾ അവിടെയൊക്കെ നാട്ടിലൊക്കെ പോകുമ്പോൾ ഓരോ പിള്ളേരുടെ ബാപ്റ്റിസം അല്ലെങ്കിൽ ചാച്ചൻ്റെ ഡെത്ത് ആനിവേഴ്സറി ഒക്കെ ആകുമ്പോൾ അവിടെ പൈസ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ കൂടുതലും ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ അല്ലേ. അപ്പോൾ പലർക്കും ഒത്തിരി ആവശ്യങ്ങൾ കാണും, പക്ഷേ വെളിയിൽ ആരോടും ചോദിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ കൺമുന്നിൽ കാണുന്ന അങ്ങനത്തെ ആൾക്കാർക്ക് എല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പം നമുക്കറിയാവുന്ന ആൾക്കാർക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ ഒത്തിരി ആൾക്കാരെ ഇത്രയും വർഷങ്ങളിൽ ഒത്തിരി ആൾക്കാരെ അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈയിടെ എന്നോടൊരു സഹോദരി പറഞ്ഞു, ഞാനൊരാൾക്ക് ഇങ്ങനെ കൊടുത്തു, നല്ല ഉദ്ദേശത്തോടു കൂടി ഒത്തിരി സപ്പോർട്ട് ചെയ്തു, പക്ഷേ ആൾ എന്നെ ചൂഷണം ചെയ്യുമായിരുന്നെന്ന് പിന്നീടാണ് മനസ്സിലായത്. അപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യമായിപ്പോയി. എനിക്ക് എന്നെ ചൂഷണം ചെയ്തല്ലോ എന്ന് ഓർത്തിട്ട് എനിക്കിപ്പോൾ എൻ്റെ രാത്രിയിൽ ഉറക്കം പോലും പോയി എന്നൊക്കെ പറഞ്ഞൊരു മെസ്സേജ് അയച്ചായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ നമ്മളും കൊടുക്കുമ്പം തെറ്റായ ആൾക്കാർക്ക് കൊടുക്കാറുണ്ട്. അപ്പം ഞാൻ പറയല്ലേ, ചിലപ്പം നമുക്ക് വേണമെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് ചിന്തിക്കാം, ആലോചിക്കാം, നമ്മുടെ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് നോക്കാം അവർ ജെനുവിൻ ഇഷ്യൂ ആണോ എന്നൊക്കെ കുറച്ചൊന്ന് അസസ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കാം. എങ്കിൽ പോലും കംപ്ലീറ്റ്ലി ഫുൾ പ്രൂഫായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളെയും പറ്റിച്ച സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ റേഷ്യോ വളരെ കുറവ് കേട്ടോ. ഞാൻ നോക്കുവാണെങ്കിൽ ഒരു 80-20 അല്ലെങ്കിൽ 90-10 അത്രയൊക്കെ വരത്തുള്ളൂ. നമ്മൾ ഇച്ചിരി ജുഡീഷ്യസ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ റേഷ്യോ കുറയ്ക്കാം. പക്ഷെ നമ്മളിപ്പോൾ കംപ്ലീറ്റ് 100% ഫുൾ പ്രൂഫായിട്ട് യഥാർത്ഥത്തിൽ അർഹതപ്പെട്ടവർക്ക് മാത്രമേ ഞാൻ കൊടുക്കുകയുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അർഹതപ്പെട്ട ഒത്തിരിയേറെ ആൾക്കാർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റാതെ വരും. മനസ്സിലായോ? നമ്മൾ അവരെയും അതിൽ നിന്ന് ആ ഫിൽട്ടർ വഴി എലിമിനേറ്റ് ചെയ്യും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് കുറച്ച് ആൾക്കാർ ഇങ്ങനെ ചൂഷണം ചെയ്യുമെന്നൊരു മനസ്സിലാക്കുക. അപ്പം നമ്മൾ ഇപ്പം നിയമത്തിൽ പറയല്ലേ, 1000 കുറ്റവാളികൾ രക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന്. അപ്പം ഞാനിങ്ങനെയാണ് വിചാരിക്കുന്നത്, നമ്മളിപ്പം ഒരാൾ നമ്മളെ ചൂഷണം ചെയ്യാതെ ഇങ്ങനെ കംപ്ലീറ്റ് ഫുൾ പ്രൂഫായിട്ട് ചെയ്യത്തുള്ളൂ എന്ന് വിചാരിച്ച് കഴിയുമ്പം അർഹതപ്പെട്ട ഒത്തിരിയേറെ ആൾക്കാർക്ക് നമ്മൾ മിസ്സായിപ്പോവും. അതുകൊണ്ട് അത് ദൈവത്തിന് അങ്ങ് വിട്ടുകൊടുത്തിട്ട് ആ ഒരു ഫെയ്ത്തിൽ നമ്മൾ ചെയ്യുക. നമ്മൾ നല്ലൊരു ഫെയ്ത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവരത് ചൂഷണം ചെയ്യുന്നെങ്കിൽ അത് അവരുടെ പ്രോബ്ലം അല്ലേ. അതിനെക്കുറിച്ച് ഞാൻ വറി ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ എങ്കിൽ പോലും പലപ്പോഴും എനിക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ, അത് ഒത്തിരി നാൾ നീണ്ടു നിൽക്കത്തില്ല. കർത്താവ് കൃത്യമായി എന്നെ കാണിച്ചു തരും. ഒന്നുകിൽ സിറ്റുവേഷൻസ് അസസ് ചെയ്യുമ്പോൾ നമ്മുടെ ബുദ്ധിയിൽ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ. കുറേ കാര്യങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിനിപ്പോൾ ഒരു സൂപ്പർ നാച്ചുറൽ റെവലേഷൻ്റെ ഒന്നും ആവശ്യമില്ല. പലപ്പോഴും നമ്മുടെ കൺമുന്നിൽ തന്നെ ദൈവം കാണിച്ചു തരുമെന്നൊക്കെ ആൾക്കാർ പറയില്ല. അപ്പം നമുക്കത് മനസ്സിലാവും. 1-2 ഇൻസ്റ്റൻസിൽ കള്ളം പറഞ്ഞെൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചവർ എനിക്ക് കൃത്യമായിട്ട് ഈ വ്യക്തി നുണയാ പറയുന്നതെന്ന് കർത്താവ് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അവരെന്നോട് സംസാരിക്കുമ്പോൾ എൻ്റെ ആ വ്യക്തിയുടെ ഇടയിലേക്ക് ഒരു ഭയങ്കര ഒരു പ്രകാശം വന്നിട്ട് എനിക്കങ്ങ് മനസ്സിലാവുകയാണ് ഈ ആൾ പറയുന്ന നുണയാണ്, ഇത് നുണയുടെ അരൂപിയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതൊരു റെവലേഷൻ പോലെ എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ പിന്നീട് എനിക്ക് മനസ്സിലായി ഈ ആൾക്ക് നുണയുടെ അരൂപിയുള്ള ആളാണെന്ന്. പിന്നീട് വേറെ പലരിൽ നിന്ന് കേട്ട് എനിക്കത് കറക്റ്റാണെന്ന് മനസ്സിലാവുകയും ചെയ്തു. പക്ഷെ അങ്ങനെ കർത്താവ് കാണിച്ചു തന്നിട്ടുണ്ട്. അത് പക്ഷേ എല്ലാ ഇൻസിഡൻസും ഒന്നുമല്ല. ഈ ഒരു പർട്ടിക്കുലർ 1-2 ഇൻസിഡൻറ്റിൽ എനിക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട്. അല്ലാത്തതൊക്കെ നമുക്ക് നാച്ചുറലായിട്ട് നമ്മളുടെ ജഡ്ജ്മെൻറ്റിലും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്ന അല്ലേ. അപ്പം നമുക്കൊരു ജഡ്ജ്മെൻ്റ് ഉണ്ട്. നമ്മൾ ചൂഷണത്തിന് നിന്ന് കൊടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ ക്ഷമയുടെ ക്ലാസ്സിൽ പറയുമ്പോൾ പോലും നമ്മൾ 100% ക്ഷമിക്കണം എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടിയാണ് അല്ലേ. അപ്പം നമ്മുടെ ആ ബേർഡൻ അങ്ങ് പോവുക. അപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് നിന്ന് കൊടുക്കണം എന്നല്ല, നമുക്ക് ബൗണ്ടറീസ് വരയ്ക്കാം അല്ലേ. പക്ഷേ ആ ഒരു ചാരിറ്റബിളായിട്ട് അത് ചെയ്യുക. അതുപോലെ തന്നെ ചൂഷണത്തിന് നമ്മൾ നിന്ന് കൊടുക്കേണ്ട. കർത്താവ് പറയുന്നത് പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായിരിക്കണമെന്നാണ്. അപ്പോൾ പ്രാവിനെ പോലെ നിഷ്കളങ്കരായിരിക്കുക, പക്ഷേ ദൈവം നമുക്ക് തന്നിട്ടുള്ള ഇൻ്റലിജൻസ്, ആ വിവേചന ശക്തി, ഡിസേൺമെൻറ്റ് പവർ എല്ലാം വെച്ചിട്ട് നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ വ്യക്തി അർഹിക്കുന്നുണ്ടോ, എൻ്റെ അതോ ഇതിനെക്കാട്ടിൽ ബെറ്ററായിട്ട് അർഹിക്കുന്ന വേറൊരു വ്യക്തി ഉണ്ടോ എന്നൊക്കെ ആലോചിച്ച് നോക്കിയിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാം. അതൊരു പേഴ്സണൽ ചോയ്സ് അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഡിസിഷനേ ഉള്ളൂ. ബേസിക്കലി ആ എമൗണ്ടിലൊന്നും അല്ലല്ലേ, ആ ഒരു മനോഭാവമാണ് ദൈവം നമ്മളെ കാണിക്കുന്നത്. അപ്പോൾ ധനമോഹം എന്ന് പറയുന്നത്, അന്ന് ഞാൻ വിചാരിച്ചു അയ്യോ ധനം ഉണ്ടാക്കാതെ ദാരിദ്ര്യമായിട്ട് ജീവിക്കണം എന്ന് വിചാരിച്ചാണ് എനിക്ക് അത്രയും ടെൻഷൻ വന്നത്. പക്ഷേ അതല്ല, കർത്താവ് എനിക്ക് ധാരാളം പണം തന്നു. ഞാൻ പ്രതീക്ഷിച്ചതിലും ആഗ്രഹിച്ചതിലും ഒക്കെ എൻ്റെ വൈൽഡസ്റ്റ് ഇമാജിനേഷൻ അപ്പുറത്ത് ദൈവം എന്നെ അനുഗ്രഹിച്ചു. പക്ഷേ ആ ഒരു സമയത്ത് അതെനിക്ക് മനസ്സിലായില്ല. ആ സമയത്ത് ഞാൻ ഓർത്തു ധനമോഹം എന്ന് പറഞ്ഞാൽ ധനമേ വേണ്ടാന്ന് വെക്കുക എന്നൊരിതാണ്. പക്ഷെ അങ്ങനല്ല, ആ ഒരു ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് മണി അല്ലേ, ആ ഒരു അറ്റാച്ച്മെൻറ്റ് ടുവേർഡ്സ് മണി, അതവളുടെ മോഹമാണ് കർത്താവ് കാണിച്ചു തന്നത് അല്ലേ. അപ്പോൾ അതാണ് നമ്മൾ മാറ്റേണ്ടത്. അപ്പം ഇല്ലാത്തവരാണെങ്കിൽ വിഷമിക്കേണ്ട, നമ്മൾ 100 രൂപ കിട്ടുവാണെങ്കിൽ 10 രൂപ കൊടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ ഇപ്പം നമുക്ക് തീരെ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ എഴുതി വയ്ക്കുക, നമുക്ക് ഇത്ര കൊടുക്കാനുണ്ട്, അപ്പം നമുക്ക് കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ കൊടുക്കുക.
അപ്പോൾ ആ ഒരു ഫ്ലെക്സിബിലിറ്റി നമുക്കുണ്ട്. നമ്മൾ ആ കൊടുക്കാനുള്ള ഒരു മനോഭാവത്തെ ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ആ പൈസയോടുള്ള ആറ്റിറ്റ്യൂഡിനെ കറക്റ്റ് ചെയ്യുക. അതാണ് ഈ ഇതുവഴി നമുക്ക് കിട്ടുന്ന വലിയൊരു ഗുണം. അപ്പോൾ ഒത്തിരി മെറ്റീരിയൽ ബെനിഫിറ്റ്സ് ഉണ്ടായെങ്കിലും ഞാൻ ഏറ്റവും വാല്യൂ ചെയ്യുന്നത് എൻ്റെ മനസ്സിൽ നിന്ന് ദൈവം എടുത്തു മാറ്റിയ ആ ഒരു ധനമോഹമാണ്. അതൊരു മിറക്കിളാണ് അല്ലേ, ദൈവത്തിൻ്റെ ഒരു കൃപയാണ്. അപ്പം ഒന്നും പൈസയെ ബേസ് ചെയ്ത് ചിന്തിക്കാത്തത് കൊണ്ടും ഡിസിഷൻ എടുക്കാത്തതുകൊണ്ടും എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ നല്ല ഡിസിഷൻസ് എടുക്കാനും നല്ല വ്യക്തികളുമായിട്ട് ഇടപെടാനും ഒക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊരു വലിയ ഫാക്ടറാണ്. അപ്പം ആ ഒരു ലെവലിലേക്ക് നമ്മൾ വളരണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അത് ഒരു ഓവർനൈറ്റ് ഒരു ചേഞ്ച് അല്ല, അതൊരു ഗ്രാജുവൽ ജേർണിയാണ്. അപ്പോൾ സ്വർഗത്തിലേക്കുള്ള യാത്ര യാക്കോവിൻ്റെ ഗോവണിപ്പടി കയറലാണ്. ഓരോ പടിയും കയറുന്നതിൽ ഒരു ആയാസമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. ആ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റുന്നതിലൊരു വിഷമമുണ്ട്. ധനമോഹത്തെ എടുത്തു മാറ്റാൻ പറഞ്ഞപ്പോൾ അതെനിക്കൊരു ചലഞ്ചായിരുന്നു ഇനീഷ്യലി അല്ലേ. അപ്പം അതെങ്ങനെയാണ് മാറിപ്പോയെന്ന് വെച്ചാൽ ചെറുതായിട്ട് കൊടുത്തു തുടങ്ങി വലുതായിട്ട് കൊടുക്കാൻ മടിയില്ലാത്ത ഒരു അവസ്ഥയായി കഴിഞ്ഞപ്പോൾ ആ ധനമോഹവും അതിനോടൊപ്പം ഏതോ ഒരു പോയിന്റിൽ അങ്ങ് മാറിപ്പോയി. അപ്പോൾ ഇനിയും മാറിപ്പോകാനുണ്ടായിരിക്കാം. നമ്മളെ തന്നെ ജഡ്ജ് ചെയ്യുന്നതിൽ ചിലപ്പം തെറ്റുകളുണ്ടായിരിക്കാം. പക്ഷേ എൻ്റെ മനസ്സിൽ അതൊരു വലിയൊരു മാറ്റം പോലെ എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇതൊരു വലിയ ഫ്രീഡമായിട്ടും എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബ്ലെസ്സിങ്ങിൻ്റെ പാത നിങ്ങളാരും മിസ് ചെയ്യരുതെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പം നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യുക ആർക്ക് കൊടുക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ചാരിറ്റബിൾ ആയിരിക്കുക അല്ലേ. അപ്പം അത് നമ്മളെ ഒത്തിരിയേറെ അനുഗ്രഹിക്കും കേട്ടോ. അപ്പോൾ വേറൊരു വ്യക്തി, ആവശ്യത്തിലിരിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ സഹായിക്കുമ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാകുന്നുണ്ട് അല്ലേ, ഒരു കുളിർമ ഉണ്ടാകുന്നുണ്ട്. അപ്പം ആ വ്യക്തി ഒരു അനുഗ്രഹം നമുക്ക് പറയാതെ തന്നെ തരുന്നുണ്ട് അല്ലേ. നമ്മുടെ ജീവിതത്തിൽ നടക്കാമായിരുന്ന ഒത്തിരി മോശം കാര്യങ്ങൾ അതുവഴി നീങ്ങിപ്പോകും. അല്ലെങ്കിൽ ഒത്തിരി ബ്ലെസ്സിങ്ങിനുള്ള ബ്ലോക്കുകൾ അതുവഴി നീങ്ങിപ്പോകും. ചാരിറ്റബിൾ ആയിരിക്കും അല്ലേ. അപ്പം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പല സ്ഥലത്തും പറയുന്നുണ്ട്. പഴയ നിയമത്തിലേക്കൊന്ന് പ്രോവർബ്സിലും തോബിത്തിൻ്റെ ബുക്കിലും ഒക്കെയാണ് പറയുന്നതെന്ന് തോന്നുന്നു അല്ലേ. ആംസ് ഗിവിങ് കവേഴ്സ് എ മൾട്ടിറ്റ്യൂഡ് ഓഫ് സിൻസ്. അപ്പോൾ നമ്മൾ ചാരിറ്റി ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഒത്തിരി പാപങ്ങൾക്കുള്ളൊരു മോചനം കൂടെ കവേഴ്സ് എ മൾട്ടിറ്റ്യൂഡ് ഓഫ് സിൻസ് എന്നാണ് പറയുന്നത്. നമ്മുടെ സഹോദരനോടുള്ളൊരു സ്നേഹം അല്ലേ. പത്രോസ് അപ്പോസ്തലൻ്റെ പുസ്തകത്തിലാണെന്ന് പറയുന്നു. സ്നേഹം ഇത് തന്നെ പറയുന്നുണ്ട്. ചാരിറ്റി, ആ സ്നേഹം കവേഴ്സ് എ മൾട്ടിറ്റ്യൂഡ് ഓഫ് സിൻസ് അല്ലേ. ചാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നെയ്ബറിനോടുള്ളൊരു സ്നേഹമാണ് അല്ലേ. അപ്പം അത് നമ്മളെ ഒത്തിരി അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. നമ്മുടെ ജീവിതത്തിൽ നടക്കാമായിരുന്ന ഒത്തിരി മോശം കാര്യങ്ങളെ നീക്കിക്കളയുകയും ചെയ്യും. അപ്പോൾ ഈ വാതിൽ എപ്പോഴും ഒന്ന് തുറന്നു നോക്കുക. എന്നിട്ട് അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് ഈശോ പറഞ്ഞതുപോലെ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. ടെസ്റ്റ് ചെയ്ത് നോക്കാനല്ല, പക്ഷെ വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുക. എൻ്റെ അനുഭവത്തിൽ 1 കൊടുത്ത 20-25 തിരിച്ച് കിട്ടുന്ന ഒരു അനുഭവമാണ് എനിക്കുണ്ടായത്. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.